നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകത്തിലെ മൂന്നാമത്തെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ആശുപത്രി കാഞ്ഞിരടുക്കത്ത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. KSRTCയിലെ പ്രതിസന്ധി. ഫെബ്രുവരി 3-ന് ജീവനക്കാർ പണിമുടക്കും. കാസർഗോഡ് ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം. KRSMA അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കം. അംഗീകൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. അരയിൽ കോവിലകം ഭഗവതി ക്ഷേത്രം പ്രഥമ പൊങ്കാല മഹോത്സവത്തിനൊരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം. പുലിദൈവങ്ങൾക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി സമർപ്പണ ഘോഷയാത്ര. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ഫെബ്രുവരി 4-ന് തുടക്കമാവും. വാർത്തകൾ വിശദമായി. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി ടാറ്റ കൺസൾട്ടൻസി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. പുല്ലൂർ പെരിയയിലെ കാഞ്ഞിരടുക്കത്ത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി ടാറ്റ കൺസൾട്ടൻസി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. സർക്കാർ അനുവദിച്ച 5 ഏക്കർ ഭൂമിയിലാണ് ഹോസ്പിറ്റൽ പണിയുന്നത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ആശുപത്രി നിർമ്മിക്കാനാണ് തീരുമാനം. ഇവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് ഒരുങ്ങുന്നത്. And with that I found the site is pretty great. I'll not unnecessarily have to cut any trees because there are no trees. We can do plantation later on. And thankfully there are not much surroundings. So we'll not be disturbing any surrounding areas. We'll not be disturbing any trees or local flora or fauna. So site is great, and I think catchment area will also be very good for the local villagers and local people around. Because while coming from the city, I didn't find any major medical facility around. So this location is strategically very good for the hospital area. ഹൃദയം, വൃക്ക, അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ആദ്യഘട്ടമായി ഭൂമിയുടെ കിടപ്പും ജലത്തിന്റെ ഘടനയും പരിശോധിക്കും. 2ാം ഘട്ടം മാർച്ചിലും 3ാം ഘട്ടമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിലിലും ആരംഭിക്കുമെന്ന് ടാറ്റ കൺസൾട്ടൻസി ആർക്കിടെക്ട് മേധാവി സംഗീത അഗർവാൾ, ഡെപ്യൂട്ടി എഞ്ചിനീയർ പതൻസ് പനി എന്നിവർ അറിയിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ മധുസൂദനൻ കൂടെയുണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 3-ന് KSRTC ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KST എംപ്ലോയീസ് സംഘ് കാസർഗോഡ് ഡിപ്പോ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകുക, സർക്കാർ നയങ്ങൾ മൂലം തകർന്ന KSRTCയെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാക്കുക, KSRTCയുടെ കടബാധ്യതകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KST എംപ്ലോയീസ് സംഘ് കാസർഗോഡ് ഡിപ്പോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 3-ന് ഇത് സംബന്ധിച്ച് നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായായിരുന്നു പ്രകടനം. പ്രകടനത്തിന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി NCT ഗോപിനാഥൻ, BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, KST എംപ്ലോയീസ് സംഘ് ജില്ലാ പ്രസിഡന്റ്
എം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാർക്ക് തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞു നടന്ന അവരുടെ വോട്ട് വാങ്ങുകയും അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ തൊഴിലാളികളുടെയും പിച്ചച്ചട്ടി കൈയിട്ട് വാരിക്കൊണ്ട് അവരുടെ അധികാരമില്ലാതെ അവരുടെ ശമ്പളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി ഇന്ന് സുഖ ജീവിതം നയിക്കുന്ന CIT നേതാക്കളടക്കം ഇന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവര് ഈ ഇടതുപക്ഷ സർക്കാരിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത് നമുക്കറിയാം. നമ്മുടെ തെക്കൻ മേഖലകളിലെ ഡിപ്പോകളിലെല്ലാം ഇന്ന് CITയിൽ നിന്നുള്ള നേതാക്കൾ പോലും ഇന്ന് BMSലേക്ക് അണിനിരക്കുന്ന ഒരു കാലാവസ്ഥയാണെന്ന് കാണാൻ പോകുന്നത്. KRSMA അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. കേരള സർക്കാരിന്റെ അംഗീകാരത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടാണ് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ VK ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ അവകാശ സംരക്ഷണ ജാഥ എന്ന് പറയുന്നത് ഈ മാനേജർമാരുടെ സ്വകാര്യ കാര്യമല്ല. നമ്മുടെ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക, നമ്മുടെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന നല്ല വിദ്യാഭ്യാസം തുടർന്നു നൽകാനുള്ള അവസരം ഉണ്ടാക്കുക. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നുള്ള എൻ്റെ മൗലികാവകാശത്തിന് തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുക. ഈ സ്കൂളുകൾ നിലനിൽക്കാതിരുന്നാൽ എത്ര 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 അധ്യാപകരാണ് അവരുടെ ഉപജീവനമാർഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു പൊതു ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണ്. ആ പൊതു ആവശ്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ ഉദ്യമമാണ് ഈ വാഹന പ്രചരണ ജാഥ. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവ ചേരാൾ, ജാഥ ക്യാപ്റ്റൻ മുജീബ് പുളക്കൽ, കോർഡിനേറ്റർ RM ബഷീർ, N സജീവൻ, KV മൂസക്കുട്ടി മാസ്റ്റർ, സുലൈമാൻ ചെറുവത്തൂർ, രാഗനാഥ ഷേണായി തുടങ്ങിയവർ സംസാരിച്ചു. FSCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടധർണ സംഘടിപ്പിച്ചു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അഖിലേന്ത്യാ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ മാർച്ച് 2 നടത്താനിരിക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. ദേശീയ പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക, ഒഴിവുള്ള തസ്തികകൾ നികത്തുക തുടങ്ങി 10 ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. വിദ്യാനഗർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന കൂട്ടധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഭരണാധികാരികൾ നിശ്ചയിച്ചുറപ്പിച്ച അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എത്രയും വേഗം സ്വകാര്യ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ പുറപ്പെടുവിച്ചിരിക്കുന്ന തിട്ടൂരങ്ങൾ എത്ര വേഗം നടപ്പിലാക്കണോ അത്രയും വേഗം നടപ്പിലാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒരു പാർലമെന്റ് അംഗം മരിച്ച വിവരം, അതും പാർലമെന്റിൽ വെച്ച് മരിച്ച വിവരം പുറത്തുവിടാതെ അവരുടെ കുടുംബക്കാരെ മക്കളെ പോലും ആ ശരീരം കാണിക്കാതെ ഗൂഢമായി അത് മറച്ചു വെച്ച് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. TP ഉഷ അധ്യക്ഷത വഹിച്ചു. A പവിത്രൻ, V ചന്ദ്രൻ, C ജനാർദ്ദൻ, A ശാന്തകുമാരി, K രവീന്ദ്രൻ, VR രാജു, മൊയ്തീൻ, M ചന്ദ്രശേഖരൻ, വിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈമുനീസ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. ധർണാ സമരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കാസർഗോഡ് നഗരസഭയിൽ വ്യാപകമായി ഇന്നും നൂറുകണക്കിന് പാവപ്പെട്ടവർ, അധസ്ഥിത വർഗങ്ങൾ, ഇവരൊക്കെ തന്നെ ഒരു നേരത്തെ അന്തിയുറങ്ങുവാനുള്ള വകയില്ലാതെ ചെറിയ ചെറ്റക്കുടിലുകളിലൊക്കെ താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ നഗരസഭയിൽ ഇതേ മുസ്ലിം ലീഗിന്റെ ഭരണ നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഗൃഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഭവന നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ വലിയ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ശ്രീലത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സവിത ടീച്ചർ, ശങ്കര JP നഗർ, KT ജയറാം, അനിത R നായിക്, പ്രേമ കടപ്പുറം, വീണ ഷെട്ടി, ഉമാ കടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. ഡിവൈഎഫ്ഐ അജാനൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവത്തിന് ഫെബ്രുവരി 5-ന് സമാപനമാവും. സമാപന പരിപാടി പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് ഫെബ്രുവരി 5-ന് സമാപനമാവും. അടൂട്ട് ജോളി നഗറിൽ നടക്കുന്ന സമാപന പരിപാടി പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക തനിമോളിച്ചോന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ഈ ഒരു കാലയളവിലാകെ നടത്തിയത്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം ഇതര യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ വളരെ വ്യാപകമായി അവരുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TI മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ V ഗിനീഷ് സ്വാഗതം പറയും. CPM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. അടൂട്ട് ജോളി നഗറിൽ വെച്ച് നടക്കുന്ന കലാമത്സരങ്ങളോടുകൂടി ഗ്രാമോത്സവത്തിന് സമാപനമാവും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ, മനോജ് കാരക്കുഴി, V ഗിനീഷ്, AK പ്രദീപ് കുമാർ, KM സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടമത്തെ മലബാർ V രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം ഇനി അക്കാദമിക് സ്റ്റഡീസ് സെന്റർ ഗ്രന്ഥാലയം ഈ വിജ്ഞാന കേന്ദ്രമായും പ്രവർത്തിക്കും. രണ്ടും അനുവദിച്ചത് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ. ഹയർ സെക്കൻഡറിയിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കുട്ടമത്ത് മലബാർ V രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ അക്കാദമിക് സ്റ്റഡീസ് സെന്ററിൽ നിന്നും സേവനം ലഭിക്കും. പഞ്ചായത്തിന്റെയും സർക്കാർ ഏജൻസികളുടെയും വിവിധ സേവനങ്ങൾ ഈ വിജ്ഞാന സേവന കേന്ദ്രം വഴി നൽകും. അക്കാദമിക് സെന്ററിന്റെ ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ ഇത്തരം സംഘടനാ സംവിധാനങ്ങളെല്ലാം സാംസ്കാരിക രംഗത്തെല്ലാം ഇടപെടാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളെയും സംഘടനാ സംവിധാനങ്ങളെയും എല്ലാം ഫലപ്രദവും കാര്യക്ഷമമാക്കുക എന്നുള്ള ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് പ്രഭാകരൻ മാഷോട് ചോദിച്ചത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. 3 കോടി റുപ്യയുടെ ബജറ്റാണ് ബാക്കി കാര്യങ്ങൾ മാഷന്റെ പറഞ്ഞിരിക്കുന്നത്. പുതിയ ബജറ്റാണെങ്കിൽ 76 കോടി 25 ലക്ഷം പുതിയ ബജറ്റ്. നാളിതുവരെ ഇല്ലാത്ത വിധമാണ്, അഭൂതപൂർവമായിട്ട് ഇടപെടലാണ്. കാരണം വായനയോട് ജനങ്ങൾ അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളം സാക്ഷര സമ്പന്നമാണ്, സാംസ്കാരിക പ്രബുദ്ധമാണ്. പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക അധപതനത്തിലേക്ക് സമൂഹം മുതൽക്കൂപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവതലമുറ അവരുടെ കർമ്മശേഷിയും അവരുടെ അറിവും അവരുടെ വിജ്ഞാനവും എല്ലാം സാമൂഹ്യ നന്മക്കും ജനനന്മക്കുമെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് പകരം വളരെ അപകടകരമായ അരാജകത്വ പ്രവണതകളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. MA മലയാളം 1ാം റാങ്കുകാരി ജസ്നിയെയും അമ്മ മലയാളം ക്യൂസ് മത്സരത്തിലെയും പ്രശ്നോത്തരിയിലെയും വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. M രാജഗോപാലൻ MLA ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായിരുന്നു. ഈ വിജ്ഞാന കേന്ദ്രം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 16ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ലോകത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ് അദ്ദേഹം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് അറിവിന്റെ വിതരണം വ്യാപകമാക്കി മാറ്റുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ K സത്യഭാമ, P വിജയൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. T സതീഷ് ബാബു സ്വാഗതം പറഞ്ഞു. കുട്ടമത്ത് മലബാർ V രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തെ സംസ്ഥാന ലൈബ്രറി കൌൺസിലാണ് അക്കാദമി സ്റ്റഡി സെന്ററായും ഈ വിജ്ഞാന കേന്ദ്രമായും തിരഞ്ഞെടുത്തത്. പടന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള ജില്ലാ സംസ്ഥാന അവാർഡ് നേടിയ അധ്യാപകൻ P സുനിൽകുമാറിനെ അനുമോദിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നാഷണൽ സർവീസ് യൂണിറ്റിനുള്ള സംസ്ഥാന അവാർഡ് കൂടി പടന്നയിലെ VP ഖാലിദ് ഹാജി മെമ്മോറിയൽ MRV ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ച സാഹചര്യത്തിലാണ് സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ഡയറക്ടർ M ഉബൈദുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ വർഷം മാർച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുണ്ട്.
എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അഭിമാനമാകണം. ആര്? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, SSLCയിലെ ഓരോ വിദ്യാർത്ഥിയും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ ഓരോ വിദ്യാർത്ഥിയും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓരോ വിദ്യാർത്ഥിയും ഈ സ്ഥാപനത്തിന് 100% വിജയം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും പങ്കുവഹിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിന് 100% വിജയം നൽകാൻ ഞാൻ എൻ്റെ പങ്ക് നിർവഹിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യണം. സ്കൂൾ PTA പ്രസിഡന്റ് VK മഖ്സൂദ് അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ K രാജൻ അനുമോദന പ്രസംഗം നടത്തി. 2015-2016 വർഷത്തെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള ജില്ലാ സംസ്ഥാന അവാർഡുകൾ നേടിയ സ്കൂളിലെ അധ്യാപകൻ P സുനിൽകുമാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും പ്രവൃത്തിപരിചയ ഗണിതശാസ്ത്രമേളയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം 2ാം വർഷ സയൻസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ട്രൂത്ത് ഓഫ് മിറാക്കിൾ എന്ന ശാസ്ത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. സ്കൂൾ മാനേജർ TMC കുഞ്ഞബ്ദുള്ള, PTA വൈസ് പ്രസിഡന്റ് C സുധാകരൻ, മദർ PTA വൈസ് പ്രസിഡന്റ് UP സഫിയ, അധ്യാപകരായ V സഞ്ജയ്, PP രാജൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി PV അബ്ദുൽ ഹാജി, സ്റ്റാഫ് സെക്രട്ടറിമാരായ AM റഫീഖ്, സുധീഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KP അബ്ദുള്ള സ്വാഗതവും E സരസ്വതി നന്ദിയും പറഞ്ഞു. മസ്ത ജമീത്തുൽ ഉലമ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ചെറുവത്തൂരിൽ നടത്തി. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്ന് സമ്മേളനം. ഇസ്ലാമിന്റെ മഹിതമായ ആശയാദർശങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയും പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഭീകര തീവ്രചിന്തകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നവരാണ് നവീനവാദികളെന്ന് സമ്മേളനം വിലയിരുത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി മാണിക്കോത്ത് അബ്ദുൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ആശയത്തിലേക്ക് സഞ്ചരിക്കുകയും പിന്നീട് സിയാറത്ത്, അതുപോലെ തബറുക്ക്, ഈ തലാഖിന്റെ വിഷയം, മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അപ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് രാജിവെച്ച് അഹ്ലുസുന്നയെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഹംബലി മദ്ഹബുകാരനായ ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മുശ്കിലുൽ അഹാദീസ് ഫി തലാഖിൽ സലാസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് എന്തോ ഇല്ലത്തുണ്ട്, അതുകൊണ്ടാണ് 4 അയൽപക്കം എടുക്കാതിരുന്നത്. KP അബ്ദുൽ റഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഭീകര തീവ്രചിന്തകൾ വളർത്തിയെടുക്കുന്ന നവീനവാദികൾക്കെതിരെ പ്രതിരോധം തീർത്ത് സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ പണ്ഡിത സമൂഹം കർമ്മരംഗത്തിറങ്ങണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്നും വിവാഹബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുകയും ഒരുമിച്ചുള്ള ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ത്വലാഖ് വിവാദമാക്കുന്നതിന് പിന്നിലെ ഒളി അജണ്ടകൾ സമൂഹം തിരിച്ചറിയണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. കേന്ദ്ര മുഷാവറ അംഗം തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാവി, സയ്യിദ് തൊയ്ബുൽ മുഖാരി, മുസ്തഫ ഫൈസി, യൂസഫ് മദനി, അബ്ദുള്ള ഭഗാവി, CM കുട്ടി മൗലവി, അബ്ദുൽ റഹ്മാൻ മദനി, ജബ്ബാർ മിസ്ബാഹി, അഷ്റഫ് സുഹരി, അഹമ്മദ് മുസ്ലിയാർ കുണിയ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ ജലീൽ സഖാഫി സ്വാഗതവും ഹംസ മിസ്ഹാബ നന്ദിയും പറഞ്ഞു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വർണ്ണാഭമായ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ടത്തിന്റെ ഭാഗമായി പുലിദൈവങ്ങൾക്കുള്ള കാഴ്ച സമർപ്പണ ഘോഷയാത്ര വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നടന്നു. പുലിദൈവങ്ങൾക്കുള്ള കാഴ്ചദ്രവ്യങ്ങളുമായി പുറപ്പെട്ട കാഴ്ച സമർപ്പണ ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിവിധ കാഴ്ച കമ്മിറ്റികളാണ് ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത്. കിഴക്കുംകര കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണ ഘോഷയാത്ര വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ നിന്ന് ആരംഭിച്ച് മൂലക്കണ്ടം മാവുങ്കാൽ വഴി ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. ദേവസ്ഥാനത്ത് കാളപ്പുലിയൻ ദൈവത്തിന് മുന്നിൽ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. പൂക്കാവടികൾ, വിവിധ വേഷങ്ങൾ, നൃത്ത ദൃശ്യങ്ങളും കാഴ്ച സമർപ്പണ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി.
അത്തിക്കോത്ത് കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്ര അത്തിക്കോത്ത് ഗുളികന്മരം ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ട് AC നഗർ കല്യാൺ റോഡ് മാവുങ്കൽ വഴി ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. കാഴ്ചദ്രവ്യങ്ങൾ പുലിക്കണ്ണ ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റിയുടെ തിരുൾക്കാഴ്ച സമർപ്പണ ഘോഷയാത്ര കോട്ടച്ചേരി പട്ടകന്യരാശി വനാട്ടൂരൻ ദേവസ്ഥാനത്തും പുറപ്പെട്ട് കുന്നുമ്മൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം വഴി കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് സമാപിച്ചു. കാഴ്ചദ്രവ്യങ്ങൾ പുലിക്കണ്ണ ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. താലപ്പൊലിയേന്തിയ ബാലികമാർ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. കണ്ണൂർ ഗണേഷ് വാദ്യ സംഘത്തിന്റെ ചെണ്ടമേളം, ക്ലാസിക്കൽ ഡാൻസ്, ദേവനൃത്തം, കുതിരയോട്ടം, പൂക്കാവടികൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വ്യാഴാഴ്ച രാവിലെ പുലർച്ചെ 5 മണിയോടെ ആയിരത്തിരി ഉത്സവം അരങ്ങേറി. തുടർന്ന് പുല്ലൂരാളി, കാളപ്പുലിയൻ, വിഷ്ണുമൂർത്തി ദൈവങ്ങൾ അരങ്ങിലെത്തി. കളിയാട്ടം വെള്ളിയാഴ്ച സമാപിക്കും. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 ഭക്തിയുടെ നിറവിൽ നടക്കും. 9 മണിക്ക് പൊങ്കാലടുപ്പിൽ ദീപം തെളിയിക്കും. 10 മണിയോടുകൂടി പൊങ്കാല നിവേദ്യ സമർപ്പണം നടക്കും. ക്ഷേത്രം തന്ത്രീശ്വരൻ മേക്കാട്ടിലത്ത് പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് പൊങ്കാല മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. പരിശ്രമഫലമായി പടുത്തുയർത്തിയ ഒരു ക്ഷേത്രമാണ്. ാണ് ക്ഷേത്ര പുനർനിർമ്മാണം കഴിഞ്ഞ് പ്രതിഷ്ഠാ മഹോത്സവം കഴിഞ്ഞു. അതിനുശേഷമുള്ള ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി ആ ക്ഷേത്രം മാറിയിരിക്കുകയാണ്. അവിടുത്തെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം എന്ന് പ്രശ്നവശാൽ ചിന്തിച്ചു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി ആ ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വി ഗോപി,
കെ അമ്പാടി, രാമകൃഷ്ണൻ മോനാച്ച, കെ നാരായണൻ, കെ വി ശൈലേന്ദ്രൻ, മഠത്തിൽ ഭാർഗവി, പി പി കേശവൻ, എ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായാണ് നടക്കുന്നത്. KU ദാമോദര തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ഫെബ്രുവരി 4-ന് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. വൈകിട്ട് 5 മണിക്ക് പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിൽ വിവിധ താന്ത്രിക സാംസ്കാരിക കലാപരിപാടികളോടുകൂടി നടക്കുന്നതാണ്. ഫെബ്രുവരി 4-ാം തീയതി ശനിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം രാവിലെ 9-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ KU ദാമോദര തന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിൽ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. വൈകുന്നേരം 5 മണിക്ക് ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി അവരുടെ ആധ്യാത്മിക പ്രഭാഷണം. 6 മണിക്ക് ഭജന. രാത്രി 8 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര പരിധിയിലുള്ള കുട്ടികളുടെ അവതരിപ്പിക്കുന്ന വിവിധ നൃത്തസന്ധ്യ. 8 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപരിധിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. ഫെബ്രുവരി 5-ന് വിവിധ പൂജകൾ നടക്കും. രാത്രി 8-ന് കോവൈ ഗോപാലകൃഷ്ണസ്വാമി അവതരിപ്പിക്കുന്ന ദശാവതാര നൃത്തം അരങ്ങേറും. ഫെബ്രുവരി 6-ന് എടനീർ മഠാധിപതി ശ്രീ ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമികൾക്കുള്ള വരവേൽപ്പ് നടക്കും. ഫെബ്രുവരി 7-ന് ഭജനയും ഫെബ്രുവരി 8-ന് ആറാട്ടും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ എം ബൽറാം നമ്പ്യാർ, CH രാഘവൻ, പി രാജൻ, കെ രവിവർമ്മൻ, എം കൃഷ്ണൻ, പി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്തിലെ 3ാമത്തെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ആശുപത്രി കാഞ്ഞിരടുക്കത്ത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. KSRTCയിലെ പ്രതിസന്ധി. ഫെബ്രുവരി 3-ന് ജീവനക്കാർ പണിമുടക്കും. കാസർഗോഡ് ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം. KRSMA അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കം. അംഗീകൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. അരയിൽ കോവിലകം ഭഗവതി ക്ഷേത്രം പ്രഥമ പൊങ്കാല മഹോത്സവത്തിനൊരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം. പുലിദൈവങ്ങൾക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി സമർപ്പണ ഘോഷയാത്ര. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ഫെബ്രുവരി 4-ന് തുടക്കമാവും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.